നമുക്ക് ഫേസും കട്ട് ചെയ്യാനായിട്ട് നമുക്ക് തുണി കൂട്ടി അടിച്ചിട്ട് രണ്ടായിട്ട് മടക്കി വെച്ചു കേട്ടോ. രണ്ടായിട്ട് മടക്കി വെച്ചു. ഇത് നമ്മുടെ ഫ്രണ്ട് ഫേസിങ്, ഫ്രണ്ട് നെക്ക് എടുക്കുക ബോഡി പാർട്ടിന്. എന്നിട്ട് ഈ ഫോൾഡും കറക്റ്റായിട്ട് വെച്ചിട്ട് താഴേക്ക് 1.5 ഇഞ്ച് കിട്ടത്തക്ക വിധം വേണം വയ്ക്കാൻ കേട്ടോ. താഴെ 1.5 ഇഞ്ചിനൊന്ന് ഉറപ്പ് വരുത്തിയിട്ടേ വയ്ക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തുണി ജോയിൻറ്റ് ചെയ്യേണ്ടി വരും. കറക്റ്റ് ഇതെനിക്ക് കറക്റ്റായിട്ട് കിട്ടി കണ്ടോ. എന്നിട്ട് നമ്മളിതിൻ്റെ അകം മാർക്ക് ചെയ്യാം കണ്ടോ, അകഭാഗം മാർക്ക് ചെയ്യാം. എന്നിട്ട് ഔട്ട്ലൈൻ നമുക്ക് 1.5 ഇഞ്ച് 1.5 ഇഞ്ച് പറഞ്ഞ എന്തിനാണെന്ന് മനസ്സിലായോ? 1.5 ഇഞ്ച് ഔട്ട്ലൈൻ നമുക്ക് ഇതിങ്ങനെ കിട്ടണം. കറക്റ്റുള്ള 1.5 ഇഞ്ച്. ആദ്യം അകം കട്ട് ചെയ്യണം കേട്ടോ. നെക്കിൻ്റെ പോർഷൻ കറക്റ്റ് കട്ട് ചെയ്യാം. സ്കർട്ടിനൊക്കെയാകുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അതുകൊണ്ട് അറ്റം വരെ കട്ട് ചെയ്ത് പോലെ ആ പോയിന്റ് ജസ്റ്റ് ഇതിങ്ങനെ പൊടുക്കി എടുക്കാവുള്ളൂ. എന്നിട്ട് കത്രേനെ ടൈറ്റ് ചെയ്ത് ഇങ്ങനെ പിടിക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ ഔട്ട്ലൈൻ കണ്ടോ, ഇതുപോലെ ഇങ്ങോട്ട് നമുക്ക് ഫേസും ക്ലിയറായി. ഇത് വിടർത്തുമ്പോൾ ഇതിങ്ങനെ കിട്ടും. ഹലോ നെക്കിൻ്റെ ഫേസിങ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് അരികു മടക്കി തേച്ചേക്കുന്നതാണ്. അരികു മടക്കി തേച്ചേക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം, നമ്മളുണ്ടോ നെക്കിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ഫേസിങ്ങിൻ്റെ നല്ല വശം മുട്ടിച്ച് വയ്ക്കുക. നല്ല വശം മുട്ടിച്ച് വയ്ക്കുക. ഇങ്ങനെ ഫുട്ട് രണ്ടകത്ത് നിർത്തിയിട്ട് ഇങ്ങനെ തയ്ച്ച് ഈ പോയിന്റ് വരുമ്പോൾ 2 സൂചി താഴേക്ക് ഇറങ്ങണേ. എന്നിട്ട് ഇങ്ങോട്ട് എടുക്കുക കറക്റ്റ് വച്ചിട്ട്. ഈ പോയിന്റ് ഇവിടെ വരുമ്പോൾ 2 സൂചി ഇങ്ങോട്ട് നീങ്ങണം കേട്ടോ. എന്നിട്ട് ഇങ്ങോട്ട് അടിക്കണം. അപ്പോൾ ഇവിടെ കട്ട്സ് എടുക്കാനുള്ള ഇവിടെ കട്ട്സ് എടുക്കാം. തയ്യൽത്തുമ്പ് കിട്ടണം. ആ പോയിന്റിന് 2 സൂചി താഴേക്ക് ഇറങ്ങിയിട്ട് കുത്തി നിർത്തിയിട്ട് ബാർക്കൊക്കെ എടുക്കാം. ഇവിടെ വരുമ്പോൾ 2 സൂചി ഇങ്ങോട്ട് നീങ്ങണം കേട്ടോ. കുത്തി നിർത്തിയിട്ട് ബാർക്കൊക്കെ ഇട്ട് തിരിച്ചെടുക്കാം. നെക്കിൻ്റെ ഫേസിങ് നമ്മൾ തയ്ച്ചു. ഇനി ഇവിടെയും കട്ട്സ് എടുക്കണം, ഇവിടെയും കട്ട്സ് എടുക്കണം കേട്ടോ. ഈ പോയിന്റ് ജസ്റ്റ് ഒരു കട്ട്സ് എടുക്കുക. സ്റ്റിച്ച് മുട്ടാത്ത രീതിയിൽ ഈ പോയിന്റിലും കട്ട്സ് എടുക്കുക. എന്നിട്ട് നമ്മൾ ചീത്ത വശത്തേക്ക് എടുക്കുക. ഈ ഫേസിങ്ങിനെ നമ്മൾ അകം വശത്തേക്ക് ഈ വിരൽ ഞാനിങ്ങനെ സപ്പോർട്ട് ചെയ്ത് പിടിച്ച് ടൈറ്റ് ചെയ്ത് പിടിക്കുക കേട്ടോ. കറക്റ്റ് ഈ അരികത്തോടെ നമുക്ക് തയ്ക്കാം. ഈ ഫേസിങ്ങിൽ ഇതിനകത്തേട്ട് ചീത്ത വശത്തേക്ക് നമുക്കത് ഇങ്ങനെ പിടിക്കും. ചീത്ത വശത്ത് കണ്ട അങ്ങനെ പിടിച്ചിട്ട് കുത്തി നിർത്തി വേറെ പൊക്കിയിട്ട് തിരിച്ചിങ്ങെടുക്കും. ഈ ഫേസിങ്ങിനെ പോയിൻ്റെ അകത്തേട്ട് നല്ലതായിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കണേ. കണ്ടോ നെക്ക് പിടിച്ചേക്കുന്നുണ്ടോ? ഇങ്ങനെ ചീത്താവശം നോക്കിയിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് അരികിലൂടെ അടിച്ചു കൊടുക്കുക.
ഇങ്ങനെ കുത്തി നിർത്തി ആറ് പൊക്കി തിരിച്ച് ഇവിടെ വരുമ്പോൾ നമ്മൾ കറക്റ്റ് ഇതിങ്ങനെ പിടിക്കണം കേട്ടോ. ഫേസിനകത്തേക്ക് പോയി നല്ല വശത്തോടെ ഇങ്ങനെ അടിക്കാം. നല്ല വശത്ത് നമ്മൾ അടിച്ചു വരും. നെക്കിൻ്റെ നല്ല വശം നമ്മൾ ഔട്ട്ലൈൻ അടിച്ചു. പിന്നെ നമ്മൾ അകംവശം ചീത്തവശത്തിൻ്റെ ഫേസിങ് കണ്ടോ. ഇതിൻ്റെ അരികിലൂടെ ഇങ്ങനെ അടിക്കണം. ഇവിടെ സൂചിയുടെ കുത്തി നിർത്തി ബാറ് പൊക്കി വെച്ചിട്ടാണ് ഇങ്ങോട്ട് തിരിക്കാനായിട്ട്. ഇവിടെ അതുപോലെ തന്നെ സൂചിനെ കുത്തി നിർത്തിയിട്ട് ബാറ് പൊക്കി വെച്ചിട്ട് ഇങ്ങോട്ട് തിരിക്കുക കേട്ടോ. അടിക്കണം കാണാം. പോയിന്റിൽ സൂചിനെ കുത്തി നിർത്തി ബാറ് നിങ്ങളുടെ മെഷീൻ്റെ ഈ ഭാഗത്താട്ടോ. ഞാൻ എൻ്റെ താഴെ ഭാഗത്താണ്. ഞാൻ കാല് കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ ബാറ് പൊങ്ങി വരുന്നത്. കുത്തി നിർത്തി ബാറ് പൊക്കിയിട്ട് നെക്കിൻ്റെ അകംവശം കണ്ടോ, നല്ല വശം ഇത്. എന്നിട്ട് ഈ കൂടുതലുള്ള എവിടെയൊക്കെ എന്തെങ്കിലും തയ്യൽ തുമ്പോ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്തുള്ള ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. എന്നിട്ടിനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്രണ്ടും ബാക്കും ജോയിൻ്റ് ചെയ്യാം. ബാക്കും ഞാൻ ഫേസിങ് വെച്ചടിച്ചിട്ടു കേട്ടോ. ഇത് നമ്മൾ ഷോൾഡർ കൂട്ടിയടിക്കണം. നല്ല വശവും ഫ്രണ്ടിൻ്റെ ബാക്കിൻ്റെ നല്ല വശം തമ്മിൽ വയ്ക്കണം. നമ്മുടെ നെക്കിൻ്റെ പോർഷൻ ഉണ്ടാവും. നെക്കിൻ്റെ പോയിൻ്റിൽ നിന്ന് തയ്ക്കണം കേട്ടോ. നെക്കിൻ്റെ പോയിൻ്റിൽ നിന്ന് ഇങ്ങനെ ഉണ്ടോ ഷോൾഡർ കൂട്ടിയടിക്കാനായിട്ട്. നെക്കിൻ്റെ പോയിൻ്റിൽ നമ്മൾ ലോക്ക് ഇട്ടടിക്കണേ. അടിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ബാക്ക് പീസിലേക്ക് പതിച്ചടിച്ചെടുക്കണം. തിരിച്ചടിച്ചിട്ട് ഇതിൻ്റെ ബാക്കിലേക്കാണ് ഉറപ്പ് വരുത്തണം കേട്ടോ. ഫ്രണ്ടിലേക്ക് ഒരു കാരണവശാലും അടിക്കരുത്. നെക്ക് ലെങ്ത്ത് കുറഞ്ഞതാണ് നമ്മുടെ ബാക്ക് നെക്ക്. ഇതാണ് ഇങ്ങോട്ട് വച്ചടിക്കണം കേട്ടോ. ഇതുണ്ട്, ഈ തുമ്പി ഇങ്ങോട്ടായിരിക്കണ്ടേ. ഇതാണ് ബാക്ക് നെക്ക്. ഇവിടെ വരുമ്പോൾ നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കണം. അതുപോലെ ഈ വശവും നെക്ക് കണ്ടു അങ്ങനെ വെച്ചിട്ട് ഷോൾഡർ കൂട്ടി തയ്ക്കും. പ്രഷർ കൂട്ടി രണ്ടകത്ത് നിൽക്കണം കേട്ടോ. ആരെയും ഇത് തയ്യത്തുമ്പോൾ ഇവിടെ ലോക്ക് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പതിച്ചടിക്കണോണ്ട് ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കാത്ത കേട്ടോ. ബാക്കി നെക്കിലേക്ക് തയ്യൽ തുമ്പ് വെച്ച് പതിച്ചടിക്കണം. ഇവിടെ വരുമ്പോൾ ഒന്ന് ലോക്ക് എടുക്കണം. ഫ്രണ്ടും ബാക്കും നമ്മൾ ഷോൾഡർ കൂട്ടി ഒന്നാക്കിയെടുത്തു. ഇനി നമുക്ക് സ്ലീവ് ചെയ്യണം. നമ്മൾ നെക്ക് ഫ്രണ്ടും ബാക്കും തയ്ച്ച് ഷോൾഡർ കൂട്ടി പതിച്ചടിച്ചു കണ്ടോ. സ്ലീവിന് ലെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പീസ് ജോയിൻ ചെയ്ത് സ്ലീവിന് ലെങ്ത്തും കൂട്ടിയെടുത്തു. ഓക്കെ, ഇനി നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇവിടെ ചെറിയ കട്ട്സ് കൊടുക്കണം. എന്നിട്ട് ആ പോയിന്റ് വേണമെങ്കിൽ ഷോൾഡറിലേക്ക് കൊടുക്കാനായിട്ട്. കാരണം എന്താ, അവിടെ ഹൈറ്റ് കൂടിയ വശം അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെൻറ്റർ പോയിന്റ് ഇവിടെ വയ്ക്കണം, ഷോൾഡർ പോയിന്റിൽ. നല്ല വശം ടു നല്ല വശം അങ്ങനെ വച്ചിട്ട് വേണം സ്ലീവ് ജോയിൻ ചെയ്യാനായിട്ട്.
സ്ലീവൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഷേപ്പ് ഉണ്ട്, ഇതൊക്കെ കറക്റ്റ് ഇങ്ങനെ പിടിക്കണം. ഇത് കേർവായിട്ടല്ല നിൽക്കുന്നത്, ആ കേറിൽ കൂടെ തന്നെ കറക്റ്റ് ചെയ്ത് എന്ത് ചെയ്യാം, ഇത് ഈ ഭാഗത്തെ കറക്റ്റ് ഇങ്ങനെ നീക്കി വയ്ക്കണം. എന്നിട്ട് ഈ പീസ് ഇതിലേക്ക് കൊടുക്കണം. കുറച്ച് ഭാഗം ചെയ്തിട്ട് സൂചിനെ കുത്തി വയ്ക്കണം, ബാറ് പൊക്കി വയ്ക്കണം. ബാറ് പൊക്കാന്ന് പറഞ്ഞാൽ മനസ്സിലാണല്ലേ, ഉണ്ടോ? എന്നിട്ട് അതെ ഷേപ്പിലേക്ക് എടുത്തു കൊടുക്കുക. അതെ ഇവിടെ ചുരുണ്ട് കയറും കേട്ടോ, അതിന് നമ്മൾ ഈ കൈയുടെ ഈ ഭാഗം വെച്ചിങ്ങനെ തള്ളി നീക്കുക. എന്നിട്ട് ഈ ഷേപ്പിലേക്ക് ആക്കണം. ഇപ്പോൾ ഒരു സിംഗിൾ ലെയർ സ്റ്റിച്ച് അല്ലേ ആയുള്ളൂ, അപ്പോൾ നമ്മൾ ഡബിൾ ലെയർ കൊടുക്കണം, ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ ഒന്നും കൂടി അടിച്ചെടുക്കാം. ഷേപ്പ് കറക്റ്റ് ഷേപ്പ് നോക്കിയിട്ട് ഒന്ന് ചുരുണ്ട് കൊടുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം തയ്ക്കാവുള്ളൂ കേട്ടോ. ഓരോ പോയിന്റ്സ് കറക്റ്റ് ചെയ്ത് കൊടുക്കും. തിരിച്ചു വച്ച് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുക. സെന്ററിലേക്ക് വരുമ്പോൾ നമ്മൾ ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു സൈഡിൽ നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്തു, എന്നിട്ട് ഇത് നോക്കണം സൈഡിൽ എവിടെയെങ്കിലും കയറി പിടിച്ചിട്ടുണ്ടോന്നുണ്ടോ. ഇതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്യണം, കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അഴിച്ചിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യണേ. ഇനി എന്ത് ചെയ്യുക, സ്ലീവിൻ്റെ താഴ്ഭാഗം നമുക്ക് ഡബിൾ ഫോൾഡായിട്ട് മടക്കി തയ്ക്കണം. ലെങ്ത് പ്ലസ് 1.5 നമ്മൾ കൊടുക്കുന്നു സ്ലീവ് ലെങ്തിന്, അപ്പോൾ 1 ഇഞ്ച്. അപ്പോൾ അര ഇഞ്ച് നമ്മൾ ഷോൾഡറിലേക്ക് ജോയിൻറ്റ് ചെയ്യാൻ പോയി, 1 ഇഞ്ചാണ് നമുക്ക് താഴെ മടക്കി തയ്ക്കുന്നത്. അപ്പോൾ ബേസ് ചെയ്യണം എങ്ങനെ, അര ഇഞ്ച് ടു അര ഇഞ്ച് കണ്ട. അപ്പോൾ ഡബിൾ ഫോൾഡായിട്ട് നമ്മൾ മടക്കി തയ്ക്കുമ്പോൾ ഈ അരികത്തോടെ നിൽക്കണം ഫുട്ട്, അതായത് ലെഫ്റ്റ് ഫുട്ട്. ഈ ഫുട്ടിന് 2 വശങ്ങൾ, ഇത് റൈറ്റ് ഇത് ലെഫ്റ്റ്. അപ്പോൾ നമ്മൾ ആ ലെഫ്റ്റ് ഭാഗം പുറത്ത് നിൽക്കത്തക്ക വിധം വച്ചടിക്കുന്നു കേട്ടോ. അപ്പോൾ ചേർന്ന് നിൽക്കുള്ളൂ കണ്ടോ, വിട്ട് നിൽക്കുന്നുണ്ടോ എൻ്റെ ചേർന്ന്. ഇതുപോലെ മറ്റേ സ്ലീവ് അടിച്ചെടുക്കണേ. ഈ സ്ലീവിൻ്റെ താഴെ നമുക്ക് ലെങ്ത്ത് കുറവായിരുന്നു, അപ്പം ഞാൻ ഈ ബേസ് ലെങ്ത്ത് ഇത് മതിയവർക്ക് ഇത് മതി കേട്ടോ ഇത്തിരി. അപ്പോൾ താഴേക്ക് ഇത്തിരി ലെങ്ത്ത് വേണം. ഞാൻ ഇതിനകത്തേക്ക് ഒരു പീസ് ആഡ് ചെയ്യുക കേട്ടോ. താഴേക്ക് ഒരു പീസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. പീസ് ജോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പതിച്ചടിക്കണേ. തയ്യൽത്തുമ്പോൾ ഒതുക്കി വെച്ചടിക്കണം, പതിച്ചടിക്കണം. നമ്മൾ സൈഡ് കൂട്ടി അടിക്കാനായിട്ട് എന്ത് ചെയ്യാം, ഈ നെക്ക് പോയിന്റ് കണ്ടോ, ഈ ഷോൾഡറും കൂടി പിടിച്ച് ഈ ഷോൾഡറിൻ്റെ പോയിന്റ് പിടിച്ചിട്ട് നമ്മൾ നെക്ക് സെൻറ്റർ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു സെൻറ്ററിൽ ഒരു ലൈൻ കൊടുക്കുക. നമ്മൾ സ്കെയിൽ വെച്ചിട്ട് നമ്മൾ കണ്ടോ കറക്റ്റ് സെൻറ്ററിൽ ഒരു ലൈൻ കൊടുക്കുക. ഓക്കെ, ആ സ്ലിറ്റ് വരെയുള്ള ഭാഗം കൊടുത്തോട്ടോ, ഒരു ലൈൻ ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് ഈക്വൽ ആക്കണം. നമുക്ക് എത്രയായിരുന്നു ടോപ്പിൻ്റെ അളവ് പറഞ്ഞിരുന്നത്? ചെസ്റ്റ് റൗണ്ട് 36 അല്ലേ? അപ്പം 36/4 9, അര ഇഞ്ച് ലൂസ് 9.5 അല്ലേ? 9.5 + 1.5 അല്ലേ നമുക്ക് വേണ്ടേ?
അപ്പോൾ നമ്മൾ ഒരു സൈഡിലേക്കുള്ള അളവാണ് അതല്ലേ, ഈ ഒരു സെൻറ്ററിൽ നിന്ന് ഒരു നമ്മൾ 4 മടക്കിയിട്ടപ്പോൾ ഒരു ഭാഗത്തേക്കുള്ള അളവാണ്. അപ്പം നമ്മൾ 9.5 + 9.5 9.5 നോക്കിക്കോ. 9.5 + 9.5 എവിടെ വന്നു? 19 വരും കണ്ടോ. 9.5-നെ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടി ഇങ്ങനെ ടേപ്പിനെ മടക്കി പിടിക്കുക. അപ്പം നമുക്ക് അളവ് എത്ര ഇട്ടേക്കുന്നത്? 19 ഇഞ്ച് കണ്ടോ, 19 ഇഞ്ച്. അപ്പോൾ ആ 9.5 നോക്കിക്കോ കേട്ടോ. ഇത് നിങ്ങൾ റെഡിമെയ്ഡ് ഒരു ടോപ്പ് കിട്ടിയാലും ഷേപ്പ് ചെയ്യേണ്ട മെത്തേഡായി പറയുന്നത് കേട്ടോ. അപ്പോൾ 9.5 നമ്മൾ എന്താണ്, ഈ ചെസ്റ്റിൻ്റെ കൈക്കുഴി വരുന്ന ഭാഗം കണ്ടോ, അതിൻ്റെ നേരെ ഈ സെൻറ്റർ പോർഷൻ കണ്ടോ, ഈ സെൻറ്റർ പോയിന്റ് കറക്റ്റ് ഇത് 9.5 ഇങ്ങനെ പിടിക്കുക. ഈ ഒരു ഭാഗം ക്ലിയർ ആക്കാം. ഓക്കെ, 9.5 + 9.5 ഞാൻ പറഞ്ഞു എത്രയായിരുന്നു പറഞ്ഞാൽ 19. ആ 19 ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ വരും നമുക്ക് കണ്ടോ, ക്ലിയർ ആയോ? അപ്പോൾ ചെസ്റ്റ് റൗണ്ട് നമുക്ക് 9.5 സെൻറ്ററിലായി വച്ചിട്ട് ടോട്ടൽ എത്ര? 19. അത് നമ്മൾ ഇങ്ങനെ വെക്കുക കേട്ടോ. ഇനി വേണ്ടത് ഷേപ്പ് ലെങ്ത്. ഷേപ്പ് ലെങ്ത് 13.5 ആരെങ്കിലും നമ്മൾ ഷോൾഡർ കൂട്ടി അടിച്ചപ്പോൾ പോയി. അപ്പോൾ ഷേപ്പ് ലെങ്ത് 13 മാർക്ക് ചെയ്യാം. ആ സെൻറ്റർ ലൈനിൽ നമ്മൾ എന്ത് ചെയ്യാം, ഷേപ്പ് റൗണ്ട് എത്രയായിരുന്നു കൊച്ചിന് കിട്ടിയായിരുന്നു? 34. 34/4 8.5. 8.5 + അര ഇഞ്ച് ലൂസ് അല്ലേ. അപ്പോൾ 8.5 + അര ഇഞ്ച് ലൂസ് നമുക്ക് എത്ര കിട്ടി? 9. ആ 9 ഇങ്ങനെ പിടിക്കുക. ടോട്ടൽ എത്രയാണെന്ന് നോക്കുക, 18. അപ്പോൾ 9 എവിടെ വെക്കണം? ആ ഷേപ്പ് ലെങ്ത് 13 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ 9 കൊണ്ടുവയ്ക്കുക. കണ്ടോ, നമ്മുടെ ഷേപ്പ് പോയിന്റാണിത്. അപ്പോൾ ഇവിടെ കൊടുക്കുക. 18 ഇഞ്ച് ഇവിടെ കൊടുക്കുക കേട്ടോ. കണ്ടോ, അപ്പോൾ ചെസ്റ്റ് ടു ഷേപ്പ് കണ്ടോ, ഈ പോയിന്റും ചെസ്റ്റ് ടു ഷേപ്പ്. ഇനി വേണ്ടത് സ്ലിറ്റ് റൗണ്ട് അല്ലേ. അത് സ്ലിറ്റ് ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യണേ. സ്ലിറ്റ് ലെങ്ത് എത്രയായിരുന്നു പറഞ്ഞായിരുന്നേ? 19 + അര 19.5. അപ്പോൾ അര ഇഞ്ച് ഷോൾഡർ കൂട്ടിപ്പോൾ അവിടെ പോയില്ലേ. അപ്പോൾ നമുക്ക് വേണ്ടത് 19 ഇഞ്ച് അല്ലേ. ഇനി അവിടെ വേണം എന്ത് ചെയ്യാം, സ്ലിറ്റ് റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട്. സ്ലിറ്റ് റൗണ്ട് എത്രയായിരുന്നു പറഞ്ഞായിരുന്നു? 38 അല്ലേ. 38ന്റെ 4 9.5. 9.5 + അര ഇഞ്ച് ലൂസ് 10 ഇഞ്ച് അല്ലേ. അപ്പോൾ 10 + 10 20 ഇഞ്ച്. അപ്പോൾ 10 ഇഞ്ച് നമ്മൾ സെൻറ്റർ ലൈൻ മാർക്ക് ചെയ്യുക. എവിടെയാണ് മാർക്ക് ചെയ്യേണ്ടത്? ആ സ്ലിറ്റ് ലെങ്ത് മാർക്ക് ചെയ്ത ആ പോയിന്റിൻ്റെ നേരെ കേട്ടോ. അപ്പോൾ 10 ഇവിടെ മാർക്ക് ചെയ്യാം കണ്ടോ. ആ 10 10 + 10 20 ഇഞ്ച് കേട്ടോ. ഈ പോയിന്റിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ചെസ്റ്റ് ടു ഷേപ്പ്, ഷേപ്പ് ടു സ്ലിറ്റ് റൗണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ലോക്ക് ഇട്ട് അടിക്കുക കേട്ടോ. ഈ പോയിന്റിലും ലോക്ക് ഇട്ട് അടിക്കാം. സ്ലീവ് റൗണ്ട് എത്രയായിരുന്നു പറഞ്ഞിരുന്നത്? 6 + 1.5 അല്ലേ. അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ താഴ്ഭാഗം 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. 6 ഇഞ്ച്. ഓക്കെ, അപ്പോൾ ഈ ചെസ്റ്റ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? 6 ഇഞ്ചിലേക്ക്. ഈ പോയിന്റും സ്ലീവ് റൗണ്ട് 6 ഇഞ്ചിലേക്ക് കണ്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഈ തയ്യൽ തുമ്പ് രണ്ടും ഇവിടുത്തെ തയ്യൽ തുമ്പും മുകളിലേക്ക് വച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട് കേട്ടോ. ഇങ്ങനെ നിൽക്കണം. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലെ ക്ലോത്ത് കിടക്കണ്ടേ. ഈ സൈഡ് നമ്മളിങ്ങനെ അടിക്കുമ്പോൾ ഓക്കെ. ഈ സൈഡിൽ അടിക്കാൻ നേരത്തെ തിരിച്ചിടണ്ടേ, തിരിച്ചത് എങ്ങനെ ഇടാം. അപ്പം നമ്മൾ എന്ത് ചെയ്യാം, ആ മാർക്കിങ് ഇപ്രാവശ്യത്തേക്ക് കൊടുക്കണം അല്ലേ. കണ്ടോ, 6 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് വിരലത് ഇങ്ങനെ പിടിച്ച് പ്രസ് ചെയ്യാം. എന്നിട്ട് 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് എവിടെ കിട്ടിയിരിക്കുന്നത്? ഇവിടെയല്ലേ. കണ്ടോ, ആ വിരലിങ്ങനെ പ്രസ് ചെയ്ത് നമുക്കത് ഇവിടെ കൊടുക്കാം. ഷേപ്പ് എവിടെ കൊടുക്കുന്നത്? കണ്ടോ, ഓരോ പോയിന്റിലും നമുക്ക് ആ വിരൽ വച്ച് കറക്റ്റ് ചെയ്ത് ഇപ്പുറ സൈഡിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് തയ്ക്കേണ്ടത്. ഈ സൈഡ് തയ്ക്കുമ്പോൾ തുണി എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ കിടക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. കേട്ടോ, ഈ പോയിന്റ് നമ്മളിങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മനസ്സിലായി? വീഡിയോ 2-3 പ്രാവശ്യം എടുത്ത് നോക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ക്ലിയർ ആയിക്കോളും. അവിടെ സ്ലിറ്റ് റൗണ്ട് വരെ നമ്മൾ കൂട്ടി അടിക്കുക. അതിന് ശേഷമാണ് നമ്മൾ സ്ലിറ്റ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. സ്ലീവ് റൗണ്ട് നമ്മൾ മാർക്ക് ചെയ്ത് 6 ഇഞ്ച് എടുക്കുക. 6 ഇഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ലോക്ക് ഇട്ട് കൊടുക്കണേ. ഈ തയ്യൽ തുമ്പ് എല്ലാം അങ്ങോട്ട് കൊടുക്കണം കേട്ടോ. ഈ ജോയിൻറ്റിൻ്റെ സ്ലീവ് ജോയിൻറ്റിൻ്റെ എല്ലാം അങ്ങോട്ട് തിരിച്ചു, ഇങ്ങോട്ട് തിരിയല്ലേ. ആ ചെസ്റ്റ് ടു ഷേപ്പ്, ഷേപ്പ് ടു സ്ലിറ്റ് റൗണ്ട് കേട്ടോ. ആ സ്ലിറ്റ് റൗണ്ട് വന്നിടത്തൊന്ന് ലോക്ക് കൊടുക്കണേ. ഓക്കെ, അപ്പോൾ നമ്മളൊരു സൈഡ് സ്റ്റിച്ച് ചെയ്തു. ഇതുപോലെ ഈ സൈഡും സ്റ്റിച്ച് ചെയ്യാം.
നമ്മൾ സൈഡ് കൂട്ടി കഴിഞ്ഞു കേട്ടോ. ആ സ്ലിറ്റ് റൗണ്ട് വരെ നമ്മൾ ലോക്ക് ചെയ്ത് നിർത്തണേ. ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കും ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനങ്ങ് തിരിച്ച് പിടിക്കണം. നല്ല വശത്ത് ഇങ്ങോട്ട് തിരിച്ചിടണം കേട്ടോ. കണ്ടോ, നമ്മുടെ സ്ലിറ്റ് റൗണ്ടൊക്കെ എല്ലാം ക്ലിയർ ആയി. ഉണ്ടോ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, സ്ലിറ്റ് ചെയ്യാനായിട്ട് താഴെ നിന്ന് ഇങ്ങനെ പിടിക്കണം, താഴേക്ക് ഇടണം. കണ്ടോ, അപ്പോൾ അത് മനസ്സിലായോ? നമ്മുടെ ആ സ്ലിറ്റ് കണ്ടോ മുകളിലേക്ക് പോയി സൈഡ്, താഴെ വശത്ത് ഇങ്ങനെ താഴെ നിന്ന് മുകളിലേക്ക്. നമ്മൾ സ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? താഴെ നിന്ന് മുകളിലേക്ക്. നമ്മൾ 1 ഇഞ്ചല്ലേ ചെയ്ത് കൂടുതലിട്ടിട്ടുള്ളൂ. ആ 1 ഇഞ്ച് മാത്രം നമ്മളിങ്ങനെ മടക്കി പിടിക്കുക. ആദ്യം ഞാൻ ഔട്ട്ലൈനാണ് ചെയ്യുന്നത്. ഓക്കെ, ആ 1 ഇഞ്ചിൽ നമ്മളത് ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് അരികിലൂടെ ഇനി നമ്മൾ സ്ലിറ്റാണ് ചെയ്യുന്നത്. 1 ഇഞ്ച് വീതിയിൽ നമ്മൾ സ്ലിറ്റ് ബോട്ടം റൗണ്ട് കൂടുതലിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ ആ 1 ഇഞ്ചിൽ ഇങ്ങനെ മടക്കിയിട്ട് അരികിലൂടെ കണ്ടോ, ആ 1 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് ഔട്ട്ലൈൻ ആട്ടോ ക്ലിയർ ആക്കി പോകുന്ന കുട്ട കൊടുത്ത് നിൽക്കണം കേട്ടോ. അതേ മുകളിൽ അടിക്കണം. കണ്ടോ, ഈ പോയിന്റ് വരുമ്പോൾ നമ്മളിങ്ങനെ വിടർത്തി വയ്ക്കണം. കണ്ടോ, നമ്മൾ ആ ലോക്ക് ഇട്ട് കൊടുത്തേക്കുന്ന വിടർത്തി വയ്ക്കണം. ശ്രദ്ധിക്കണേ. ഈ പോയിന്റിൽ നമ്മൾ ശ്രദ്ധിച്ച് കയറണം കേട്ടോ. ആ പോയിന്റിൽ ഒരു സൂചി മുകളിൽ കയറിയതിന് ശേഷം സൂചി കുത്തി നിർത്തി ബാറ് പൊക്കി വയ്ക്കുക, തിരിച്ചു പിടിക്കുക. വേണ്ട, ഇങ്ങോട്ട് തിരിച്ചു വച്ചതിന് ശേഷം ഇങ്ങനെ കറക്കി ഒരു സൂചിനെ ഈ പോയിന്റിലേക്ക്, അതായത് ഇപ്പുറ സൈഡിലേക്ക് എടുത്തു വയ്ക്കുക. വേണ്ട, തയ്ച്ചു പോകല്ലേ, ഒരു സ്റ്റിച്ച് ഇങ്ങനെ എടുത്തു വയ്ക്കുക. എന്നിട്ട് നമ്മൾ തിരിച്ചു പിടിക്കണം. കണ്ടോ, ഈ 2 വശങ്ങളും ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടേ സ്റ്റിച്ച് ചെയ്യാവൂ. കണ്ടോ, ഇങ്ങോട്ട് തിരിഞ്ഞു വന്നു. ഒരു സൂചി നമ്മൾ പറിച്ചുകൂടെ കുത്തിയുള്ളൂ കേട്ടോ. കണ്ടോ, ഇപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫുട്ട് പുറത്ത് വന്നില്ല നോക്കിക്ക് അരികിലൂടെ. എന്നിട്ട് ഈ ഭാഗം ചെയ്യാം. ആ 1 ഇഞ്ച് ബേസ് ചെയ്ത് നമ്മൾ പിടിച്ച് അരികിലൂടെ അടിച്ചു കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മളിതിൻ്റെ ഔട്ട്ലൈൻ ചെയ്യും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇത്രയും ഭാഗത്ത് കുറച്ച് ഭാഗത്ത് തള്ള് കയറി വരുന്നില്ലേ, ആ തള്ള് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അങ്ങനെ എടുത്ത് കട്ട് ചെയ്ത് കളയാം. ഒരേ അളവാക്കി എടുക്കണം കേട്ടോ. എങ്കിലും നമ്മുടെ സ്ലിറ്റിൻ്റെ പടി മടക്കുമ്പോൾ ഒരുപോലെ വരുള്ളൂ കേട്ടോ. അത്രയും ഭാഗം ഇത്തിരി തള്ളുണ്ടാകും, അത് എടുത്ത് കളഞ്ഞു. ഈ സൈഡിൽ അതുപോലെ തന്നെ. നമ്മൾ സ്ലിറ്റിൻ്റെ അരികടിച്ചു. കണ്ടോ, ഔട്ട്ലൈൻ അടിച്ചെടുത്തു. എന്നാ നമ്മൾ അകത്ത് തയ്ക്കുക കേട്ടോ. മനസ്സിലാവേണ്ടത് വേണ്ട ഈ ഭാഗം. ഇനി ഇതിനെ ഡബിൾ ഫോൾഡ് ആക്കണം. ഒന്ന് മടക്കിയിട്ട് ഈക്വൽ ആക്കി അടിക്കണം കേട്ടോ. അതെ, ഒന്ന് മടക്കിയിട്ട് ഒത്തിരി ഇതിങ്ങനെ തള്ളകത്തേട്ട് ഇങ്ങനെ പോകുന്നിട്ട് അവിടെ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ നല്ല വശം ഇങ്ങനെ കൊമള പോലെ വരും, എന്താ ബബിൾസ് പോലെ ഉണ്ടാവും. അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ഈക്വൽ ആക്കണം. ഒരുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇതുണ്ട മടക്കം. മനസ്സിലായോ? നമുക്ക് സ്ലിറ്റ് വീതി കുറച്ച് മതി, അതനുസരിച്ച് നമുക്ക് ഒതുക്കി കളയാം കേട്ടോ. ഇനി ഇതിൻ്റെ ഫുട്ട് പുറത്ത് നിൽക്കത്തക്ക വിധം വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഡബിൾ ഫോൾഡ്, ഒന്ന് മടക്കിയിട്ട് ഒന്നോടെ മടക്കി ഒരുപോലെ ഇത് കൈ ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുക. നേരെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ തയ്ക്കാവൂ. കൈ ഇവിടെ കൊടുക്കുക കേട്ടോ. ഇനി ഇവിടെ വരുമ്പോൾ ഈ പോയിന്റ് ഉണ്ടോ,
ഇവിടെ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ 2 സൂചി ഇങ്ങോട്ട് കയറ്റി മടക്കണം കേട്ടോ. മുകളിലേക്ക് ഇങ്ങനെ കയറ്റി മടക്കണം. എന്നിട്ട് ഇതിനെ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കാം. കണ്ടോ, വരുന്നുണ്ടോ? ഇവിടെ തയ്ച്ച് ഈ പോയിന്റിൽ നിന്ന് 2 സൂചി മുകളിലേക്ക് ഇങ്ങനെ കയറണം കേട്ടോ. ആ പോയിന്റിൽ നിന്ന് 2 സൂചി മുകളിലേക്ക് ഇങ്ങനെ കയറിയതിന് ശേഷം സൂചിനെ കുത്തി നിർത്തി ബാർ പൊക്കിയിട്ട് തിരിച്ചത് ഇങ്ങനെ ഒടിക്കാം. കണ്ടോ, ഇങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കുക കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, ഈ ഭാഗവും ഡബിൾ ഫോൾഡ് ആയിട്ട് മടക്കി കൊടുക്കുക. ഇങ്ങനെ ചുരുട്ടിയൊന്നും മടക്കല്ല, നേരെ ഇങ്ങനെ വെച്ചിട്ട് കൈ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നേരെയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇനി ഇങ്ങോട്ട് തയ്ച്ചെടുക്കണം. ഇതിലേക്ക് ഇങ്ങോട്ട് തയ്ച്ച് വരണം. ഓക്കെ, സൂചി കുത്തി നിർത്തി ബാർ പൊക്കിയിട്ട് തിരിച്ചു തയ്ക്കുക. അപ്പോൾ ഇവിടെ പറഞ്ഞ ഫുട്ട് പുറത്ത് വരണം കേട്ടോ. ഒന്ന് മടക്കി ഒന്നോടെ മടക്കി ഇതുപോലെ തന്നെ ചുരുണ്ട് പോകാതെ കൈ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യണേ. ഇവിടെ ഒന്ന് വളഞ്ഞ് പോകാതെ തയ്ക്കണം കേട്ടോ. കംപ്ലീറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, നമ്മൾ സ്ലിറ്റ് ഈ സൈഡും തയ്ച്ചു, ഈ വശം തയ്ച്ചു. 2 ഭാഗം നമ്മളിങ്ങനെ അടിച്ചെടുത്തു. മറ്റേ സൈഡും ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം കേട്ടോ. ശേഷം നമുക്ക് താഴ്ഭാഗത്ത് എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കളയാം. എന്നിട്ട് ഒന്നിങ്ങനെ അരയിഞ്ച് ടു അരയിഞ്ച് കേട്ടോ, അരയിഞ്ച് ഇങ്ങനെ മടക്കി ഈ അരികത്തോടെ അടിച്ചെടുക്കാം.